നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മൾ കുട്ടിക്കർഷകർക്കുള്ള മത്സരത്തിൻ്റെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് ആളുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കാര്യം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഇപ്പോൾ സ്കൂൾ പൂട്ടി വീട്ടിൽ വെറുതെ ഇരിക്കുക, അപ്പോൾ ഒന്നുകിൽ ഫോണിൽ കളിച്ചിരിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കും, അല്ലെങ്കിൽ പുറത്ത് കളിക്കാൻ പോണ കുട്ടികളുണ്ടായിരിക്കാം. അവരെ ഒന്ന് പ്രകൃതിയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമം നടത്തുന്നു. രക്ഷിതാക്കൾ അതിന് പറ്റുമെങ്കിൽ ഒന്ന് സഹകരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തുക. അതിൽ ഫോണിൽ വരുന്ന നമ്മളൊരു മെസ്സേജ് അയക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക. ആ നോട്ട്ബുക്കിൽ ഈ വിവരങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. വൈകുന്നേരം ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ വീട്ടിലെത്തിയതിന് ശേഷം ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒഴിവുള്ള ദിവസം, ശനിയോ ഞായറോ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയിൽ തന്നെ ഈവനിങ്ങോ മോർണിംഗോ എപ്പോഴെങ്കിലും നമ്മളെ പറമ്പിൽ അല്ലെങ്കിൽ തൊട്ട് അടുത്തുള്ള പറമ്പിലുള്ള കുറച്ച് ചെടികളുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്ത് തരിക. അതുപോലെ വിത്ത് മുളപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതുപോലെ കുറച്ച് ഇലകൾ ശേഖരിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ, നമ്മളുടെ ചുറ്റുപാടും കാണുന്ന, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന തൈകളും ചെടികളും സസ്യങ്ങളും ഇതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിനും, ഭാവിയിൽ എപ്പോഴെങ്കിലും അവർ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ ഓർമ്മ ഒന്ന് നിലനിർത്താനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ തലമുറ ഒരു പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു അപകടാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളുടെ മനസ്സിൽ ചിന്തകളൊക്കെ പല തരത്തിലേക്ക് മാറ്റാൻ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ മനസ്സിലേക്കൊരു പ്രകൃതിയുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക. അവരെ ചെടിയും കൃഷിയിലേക്ക് ഒന്ന് പ്രോത്സാഹനം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അവർക്കൊരു എന്തായാലും ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു വിത്ത് മുളച്ച് അത് ചെടിയായി വരുന്ന കാലഘട്ടം വരെ അവരിപ്പോൾ ഇന്ന് വിത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മുളച്ച് വന്ന് അതിൻ്റെ കാലഘട്ടം പൂർത്തിയാക്കുന്നവരെയുള്ള കാര്യങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ചിന്ത കുറച്ച് കാലത്തിന്, ഈ 2 മാസത്തിനെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വിത്ത് ഒരു പാത്രത്തിലിട്ടു, അത് ഇന്ന് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നോക്കാൻ പറയും. ഈ വൈകുന്നേരം നോക്കാൻ പറയുന്നതിൻ്റെ ഉള്ളിലുള്ള ഏകദേശം 12 മണിക്കൂർ സമയം അവരുടെ മനസ്സിൽ ഇത് മുളച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മുളക്കുന്നതിനെക്കുറിച്ചോ എന്താവും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെറിയ ചിന്തകൾ. അത് 2-ാം ദിവസത്തേക്ക് അത് ഫസ്റ്റ് മുളച്ചു വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ കുറച്ചും കൂടി അവർക്ക് ആവേശം കൂടും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, ചെറിയ കുട്ടികൾ തൊട്ടിട്ട് 7-ാം ക്ലാസ് 10-ാം ക്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല, കുട്ടികളെ ഇതിലേക്ക് മെല്ലെ എത്തിച്ച് അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്ത് ചിന്തകൾ മുഴുവൻ അത്തരം ആക്ടിവിറ്റിയിലേക്ക് ഒന്ന് തൽക്കാലം മാറ്റി ഒരു ആനന്ദകരമാക്കുക. അത് പാരൻസ്, അതിൽ നിങ്ങൾക്കിപ്പോൾ രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. ഇത് കായികമായി വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിൽ, LP സ്കൂളിൽ ഞങ്ങൾ കുറേ തവണ അവിടുത്തെ ടീച്ചേഴ്സിനോട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ വളരെ പോസിറ്റീവായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാമെന്ന്. പിന്നെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ പോകാൻ വൈകി. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ 1 മാസം മുന്നേ അവർക്ക് ഞങ്ങൾ കുറേ ആക്ടിവിറ്റി കൊടുത്തു. തുടക്കത്തിലൊന്ന് സ്പീഡ് കുറഞ്ഞുവെങ്കിലും എന്തൊക്കെ അവർ ചെയ്യണം എന്ന് മനസ്സിലാക്കി കുട്ടികളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ആവേശം നന്നായി കൂടി. പിന്നെ അവർ ആ ആക്ടിവിറ്റി ചെയ്തു. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, അവിടെ ഞങ്ങൾ ഈ സമ്മാനങ്ങൾ, പെന്നും പെൻസിലും ക്രയോൺസും സർട്ടിഫിക്കറ്റുമായിട്ട് ഞങ്ങൾ ആ സ്കൂളിൽ എത്തിയ സമയത്ത് PTA വക, അതായത് ടീച്ചേഴ്സിൻ്റെ വക സെപ്പറേറ്റ് കുറേ സമ്മാനങ്ങൾ, അതുപോലെ പാരൻസിൻ്റെ വക വേറെ സമ്മാനങ്ങൾ, ഇങ്ങനെയായിട്ട് കുറേ സമ്മാനങ്ങൾ ആ കുട്ടികൾക്ക് കിട്ടി. ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലത്, പക്ഷേ ഈ ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിലൊരു സമ്മാനം കിട്ടുമ്പോൾ അത് എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യും ഭാവിയിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ആക്ടിവിറ്റികൾ കൂടുതൽ ചെയ്യുന്നത്. അതിപ്പോൾ ഒരു സ്കൂളാണ് ഇപ്പോൾ ലാസ്റ്റ് ഇതിന് മുന്നേ ചെയ്ത ധാരാളം സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും ആ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർ ചോദിക്കും, ചില ആൾക്കാർ, ഇത് ബെഡിങ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ അത്തരം പ്രോഗ്രാമിൽ കിട്ടിയ കുട്ടികളൊക്കെ തന്നെ സ്കൂളുകളിൽ 7, 8, 9, 10 ബെഡിങ് ക്രാഫ്റ്റിങ്ങിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പോയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും അതൊരു ഏതെങ്കിലും തരത്തിൽ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, നമുക്കിത് വളരെ ചെറുപ്പത്തിൽ ബെഡിങ് ക്രാഫ്റ്റിംഗ് ലെയറിങ് ഒരാൾ പഠിപ്പിച്ചു തന്നു.
ആ പഠിപ്പിച്ചു തന്ന ആ ആളുടെ ആ കഴിവ് കൊണ്ട് ഞാനത് വളരെ നന്നായി ചെയ്ത് മനസ്സിലാക്കി. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അറിവാണ്. അതുപോലെ തന്നെ പുതിയ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ നല്ലൊരു ചിന്തയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ രക്ഷിതാക്കൾ ഈ വോയിസ് അല്ലെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് ഈ ആക്ടിവിറ്റി. കുറച്ച് വിത്ത് മുളപ്പിക്കുന്നു, കുറച്ച് ഇലകൾ ശേഖരിക്കുന്നു, കുറച്ച് ചെടികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി ചെടികളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു തരികയാണ്. അത് ഇവർക്ക് ഫോൺ കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. ഞങ്ങളൊരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നു, അല്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ പ്രകൃതിയോട് കുട്ടികളെ അടുപ്പിക്കാനുള്ള ശ്രമത്തിൽ ദയവായി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ മുന്നേ നമ്മളുടെ മത്സരത്തിൽ പങ്കെടുത്ത ധാരാളം ആൾക്കാരുണ്ട്. ഏകദേശം 10-16ഓളം ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ മുന്നേ പരിപാടികളിലൊക്കെ പങ്കെടുത്ത കുട്ടികളുണ്ട്. അവർക്കും ഇതിൽ പങ്കെടുക്കാം. കാരണം എന്താ അറിയോ, അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ഘട്ടം ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർ ഒരു 5 ആക്ടിവിറ്റി പറഞ്ഞാൽ 4 ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാവും. ഈ 4 ആക്ടിവിറ്റിക്ക് പുറമെ ഒരു പ്രത്യേക ആക്ടിവിറ്റി കൂടി നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പം മുന്നേ പങ്കെടുത്ത ആളുകൾക്കും വീണ്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്നുകിൽ ആദ്യം വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ കുട്ടിയുടെ പേരും ക്ലാസ്സും സ്കൂളും രേഖപ്പെടുത്തിയിട്ട് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.